ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉച്ചവരെ കറണ്ടില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കറണ്ട് വന്നത്. അപ്പോൾ ടി വിയുടെ മുന്നിൽ ഫസ്റ്റ് ഞങ്ങൾ നോക്കിയത് തന്നെ അർജുൻ്റെ ലോറി കിട്ടിയോ എന്നാണ്. അത് ഇതുവരെയും കിട്ടാൻ സാധിച്ചില്ല. കിട്ടാൻ പറ്റിയില്ല, കണ്ടെടുക്കാൻ പറ്റിയില്ല. അതിലുപരി ആ ലോറി എവിടെ ഉണ്ടെന്ന് പോലും കണ്ടുപിടിക്കാൻ നമ്മുടെ ഭരണത്തിന് കഴിഞ്ഞില്ല, നമ്മുടെ സംവിധാനങ്ങൾ കഴിഞ്ഞില്ല എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു അല്ലേ? ചൊവ്വയിൽ മനുഷ്യൻ്റെ വാസമുണ്ടോ? ചന്ദ്രനിൽ നമ്മൾ ഇങ്ങനെ പേടകം അയച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് പോലും ഒരു മണ്ണിനടി കുടുങ്ങിയ ഒരു മനുഷ്യരെ രക്ഷിക്കാനുള്ളൊരു സംവിധാനം ഇല്ല. അത് തീർച്ചയായും നമ്മുടെ എന്താ പറയുക, റോഡിൻ്റെ സുരക്ഷാ മാർഗ്ഗം ഇല്ലാതില്ല. തുരങ്കത്തിൻ്റെ ഇടയിൽ കൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ അതിന് തക്കതായ സുരക്ഷാ മാർഗ്ഗം ഇല്ല. അതുകൊണ്ടത് ഇടിഞ്ഞു വീണു. ആ ഒരു 5 ദിവസം, ഇപ്പോൾ ശരിക്കും 2 ദിവസമായിട്ടാണ് രക്ഷാമാർഗം കറക്റ്റായ രീതിയിൽ പോകുന്നത്. 4 ദിവസം വരെ ഒരു തരത്തിലുള്ള പ്രോസസ്സിങ് വളരെ എന്താ പറയുക, കുറവായിരുന്നു. വെറും ഒരു JCB വെച്ചൊക്കെ മണ്ണ് മാന്തി എന്നാണ് പറയപ്പെടുന്നത്. അതിലുപരി പിന്നെ നമ്മുടെ ശാസ്ത്രത്തിന് മനുഷ്യനൊക്കെ അതീതമാണല്ലേ പ്രകൃതി, ദൈവം എന്നൊരു ശക്തി. എത്ര തന്നെ മനുഷ്യൻ ശ്രമിച്ചാലും ദൈവം ഒന്ന് തീരുമാനിച്ചാൽ നടക്കും അല്ലേ? അർജുൻ ജീവനോടെ ഉണ്ടാവുമോ? ജീവനോടെ ഉണ്ടാവണേന്നാണ് ഈ നിമിഷം വരെ പ്രാർത്ഥന. ആ കുഞ്ഞിന് അപ്പനില്ലാതാകരുത് എന്ന് എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന അത് തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളതാണ്, മക്കളെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ആ കൊറോണ സമയത്ത് നമ്മൾ സേഫായിരുന്നു. മെയിനായിട്ട് നമ്മുടെ മക്കൾക്ക് അപ്പോൾ ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു അല്ലേ? അതിന് കാരണം ശരിക്കും നമ്മൾ എവിടെയും പോയില്ല. എൻ്റെ മകൻ അലർജിയാണ്, പക്ഷെ അവൻ ആ 2 വർഷത്തിൽ ഒരു ചുമ പോലും വന്നിട്ടില്ല. ഒരു ദിവസം പോലും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല. അത് എന്തുകൊണ്ട്? സമ്പർക്കം കുറവായതുകൊണ്ട്. പക്ഷേ സമ്പർക്കം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആ കൊറോണ വന്നതോടെ പിന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരുടെ സമ്പർക്കം തന്നെ നഷ്ടപ്പെട്ട് ഫുള്ള് മൊബൈലിലായി. അങ്ങനെ പോകുന്നു ഓരോ നല്ല തലവേദന അതാ പോകുന്നു. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. ഈ വവ്വാൽ താഴെ കിടക്കുന്ന ഒന്നും എടുത്ത് കഴിക്കാൻ സമ്മതിക്കരുത്. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ പേരയ്ക്കൊന്നുമില്ല, എന്നാലും താഴെ കിടക്കുന്നൊന്നും എടുക്കാൻ. പണ്ടൊക്കെ നമ്മളെന്തോരം വവ്വാൽ ചപ്പിയിട്ടതൊക്കെയാണ് കഴിക്കുന്നത്. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വവ്വാലുള്ള സ്ഥലം ഒക്കെ പോകരുത്. വവ്വാലിൻ്റെ കാഷ്ടം, വവ്വാലിൻ്റെ സലൈവ, അതിനൊക്കെ നമുക്ക് ഈ ഒരു പകരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. ഈ മെയിനായിട്ട് നമ്മൾ ഈ നടന്നു പോകുന്ന പിള്ളേരൊക്കെ അധികമായിരിക്കും അല്ലേ? ഈ പേരയ്ക്ക അതൊക്കെ എടുത്ത് അമ്പഴഞ്ഞ കഴിച്ചു എന്ന് പറയപ്പെടുന്നു ആ കുട്ടിയും കൂട്ടുകാരും. പിന്നെ അമ്പഴഞ്ഞ കഴിക്കുന്നതൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ, സ്കൂളിലൊക്കെ നടന്നു പോകുമ്പോഴായിരിക്കും അധികം കഴിക്കുക, അല്ലെങ്കിൽ വെക്കേഷന്. അപ്പോൾ എന്ത് തന്നെയായാലും മക്കളൊക്കെ, പാരൻസൊക്കെ ശ്രദ്ധിക്കുക. എൻ്റെ മക്കളെ, നിങ്ങളൊക്കെ വീട്ടുകാരെയൊക്കെ ഒന്ന് ഓർക്ക്. അത് ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, എന്നാലും നിങ്ങളതൊന്നും തിന്നരുത്. ഓൾറെഡി ഒരു പേഷ്യൻ്റ് മരിച്ചതാണ്, കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളാരും കഴിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. അവനവൻ്റെ എന്താ പറയുക, നമുക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. മക്കളെ നഷ്ടപ്പെട്ട അപ്പനമ്മമാർ ജീവിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മക്കളുടെ അവസ്ഥ അത് തന്നെയാണ്. ഒന്നിന് പകരം വയ്ക്കാൻ ഒന്നും കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും എല്ലാ പിള്ളേരും ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ശ്രദ്ധിക്കുക.